നമസ്കാരം, എല്ലാ കുട്ടികളും ഗിരീഷ് സാറാണ്. തോറ്റവർക്ക് ഒരു കിടിലം വാർത്ത. തോറ്റവർക്ക് എന്തുവാ സാർ ഒരു കിടിലം വാർത്ത? വേറെ ഒന്നുമല്ല, ഈ പല ഉടായ്പ കോഴ്സുകളിൽ ചേർന്ന് ഒരു മാസം 2 മാസം കൊണ്ട് പരീക്ഷ എഴുതി റിസൾട്ട് വരുന്നതിനെക്കാട്ടിൽ എത്രയോ ഭേദമാണ് കേരളത്തിലെ നമ്മുടെ ഹയർ സെക്കൻഡറി ബോർഡിൻ്റെ എക്സാം എഴുതുന്നത്. ഈ വട്ടം നിങ്ങൾക്ക് വലിയൊരു വാർത്തയാണിത്. വലിയ വാർത്ത തന്നെയാണ്, സൂപ്പർ വാർത്തയാണ്. എന്നെ സംബന്ധിച്ചോളം ഇത് നമുക്ക് സന്തോഷ വാർത്തയാണ്, നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്ത തന്നെ ആയിരിക്കും. നമുക്ക് ഒക്ടോബറിലാണ് +1 ഇംപ്രൂവ്മെൻ്റ് പരീക്ഷ. അത് ഡേറ്റ് ഫൈനലൈസ് ചെയ്തില്ല, പക്ഷേ ഒക്ടോബർ പകുതിക്ക് ശേഷമാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണം, ഒക്ടോബർ പകുതിക്ക് ശേഷമാണ്. 3 വിഷയങ്ങൾ ഫെയിൽ ആയിട്ടുള്ളവർക്ക്, ഇപ്പം +2 തോറ്റവരാണല്ലോ നമ്മൾ അടുത്ത സേ എഴുതാൻ പോകുന്നത്. അന്നേരം 3 വിഷയം പോയിട്ടുള്ളവർക്ക് ഈ +1 ഇംപ്രൂവ്മെൻറ്റിന് കൃത്യമായിട്ട് നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പറ്റും. കൃത്യമായിട്ട് മേടിച്ച് ഡബിൾ പാസ് മാർക്ക് അങ്ങ് മേടിച്ചോണം. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യമുണ്ട്, നിങ്ങൾ സെക്കൻഡ് ഇയർ ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്താൽ മതി. ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറോട് ചേർത്ത് വേണം ആപ്ലിക്കേഷൻ കൊടുക്കാൻ. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളിപ്പം ഒരു 10 മാർക്ക് മേടിച്ച കുട്ടി 26 മാർക്ക് കൂടെ കൂടുതൽ മേടിച്ചാൽ, 10ൻ്റെ കൂട്ടത്തിൽ 26 കൂട്ടുമ്പോൾ 36ആയി. ഡബിൾ പാസ് മാർക്കാണ്. നിങ്ങൾ സേഫായി സെക്കൻഡ് ഇയറിൽ ഒന്ന് അറ്റൻഡ് ചെയ്താൽ മതി. എന്നാൽ ഫസ്റ്റ് ഇയർ ജയിച്ചവർക്ക് ഇമ്പ്രൂവ് ചെയ്യാം. 20 മാർക്ക് കിട്ടി, ഫസ്റ്റ് ഇയർ ജയിച്ചവർ ഇമ്പ്രൂവ് ചെയ്ത് 16 മാർക്ക് കൂടെ മേടിച്ചാൽ 36 മാർക്കായി. സെക്കൻഡ് ഇയർ ജസ്റ്റ് അറ്റൻഡ് ചെയ്താൽ മാത്രം മതി. അന്നേരം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 20 മാർക്കിൽ താഴെ മാർക്ക് മേടിച്ചാൽ, അതായത് 20 മാർക്കിൽ താഴെ മാർക്ക് മേടിച്ചാൽ, നിങ്ങൾ ഇപ്പോൾ 15 മാർക്ക് മേടിച്ചാൽ, ആദ്യം 20 മാർക്ക് മേടിച്ച് രണ്ടാമത് 15 മാർക്ക് മേടിച്ചാൽ ആ 15 മാർക്ക് നിലനിൽക്കത്തുള്ളൂ. 20 ആദ്യത്തെ മാർക്ക് അങ്ങ് പോകും. പക്ഷേ ഇപ്പോഴത്തെ നല്ല ചാൻസാണ്. ഇപ്പോൾ നമ്മുടെ എല്ലാം കോഴ്സ് ചേർന്ന ഒരു കുട്ടി പോലും മിനിമം ഡബിൾ പാസ് മാർക്ക് ഉറപ്പായിട്ട് മേടിക്കും. അതുകൊണ്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഡബിൾ പാസ് മാർക്കുകൾ ഈസി ആയിട്ട് മാർക്ക് മേടിക്കാം. 3 സബ്ജക്റ്റ്, 4-5 സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ 3 സബ്ജക്റ്റ് ഇങ്ങനെയും ബാക്കിയുള്ള സബ്ജക്റ്റ് നിങ്ങൾ സെക്കൻഡ് ഇയറിൽ മാർച്ചിൽ എഴുതിയെടുക്കുകയും ചെയ്യാം. ഇത് നല്ലൊരു ചാൻസ് ഗവൺമെൻറ് തരുക. വേറെ ഉടായ്പ കോഴ്സുകളൊന്നും നിങ്ങൾ ചേരാതിരിക്കുക. ഈസി ആയിട്ട് നല്ലപോലെ പഠിച്ച് നല്ല മാർക്ക് മേടിക്കാനുള്ള ഏറ്റവും നല്ല ചാൻസ് ഗവൺമെൻറ് തരുന്നത്. മാക്സിമം ഇതാക്കുക. ഒരു തോറ്റ കുട്ടികൾക്കും ജയിച്ച കുട്ടികൾക്കും +1 ഇമ്പ്രൂവ്മെൻ്റ് കൂട്ടത്തിൽ ഇമ്പ്രൂവ്മെൻറ്റ് മാക്സിമം ഡബിൾ പാസ് മാർക്ക് മേടിച്ച് അടിപൊളിയായിട്ട് നിൽക്കാം. നിങ്ങളുടെ കോഴ്സുകൾക്ക് ഈ പറഞ്ഞ പോലെ എല്ലാ സയൻസ് ആയാലും കൊമേഴ്സ് ആയാലും ഹ്യൂമാനിറ്റീസ് ആയാലും നിങ്ങളുടെ കോഴ്സുകൾക്ക് നിങ്ങളുടെ പേര്, ഡിസ്ട്രിക്റ്റ്, വാട്സാപ്പ് നമ്പർ, ഏത് സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ മതി. നിങ്ങളെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യും. ഇത്രയും വിജയശതമാനം നമ്മൾ സേബാച്ചിൽ വേറെ ഒരാൾ അവകാശപ്പെടുന്നില്ല. നമ്മൾ അത്രയും സിമ്പിളായിട്ടുള്ള ക്ലാസ്, നോട്ട്സ് അത് മാത്രം പഠിച്ചാൽ മതി. അങ്ങനെ പഠിക്കണം. എല്ലാം മൊത്തം പഠിച്ചു കഴിഞ്ഞാൽ ഒന്നും നമ്മൾ ജയിക്കത്തില്ല. നമ്മൾ ഇതുപോലെ പഠിച്ചാൽ നമുക്ക് ഡബിൾ പാസ് മാർക്ക് കൂടുതൽ ഉറപ്പിച്ച് നിങ്ങൾക്ക് കിട്ടും. ഇതൊരു പബ്ലിക്കായിട്ട് വീഡിയോ പറയല്ലേ, അത് കൃത്യമായിട്ടായിരിക്കും അതൊരു അധ്യാപകം പറയണമെങ്കിൽ അത്രയും കൃത്യതയും അത്രയും ആത്മാർത്ഥതയും അത്രയും നമുക്ക് റിസൾട്ടും കിട്ടുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് മാക്സിമം കുട്ടികളിലേക്ക് ഷെയർ ചെയ്യുക. ചേരാൻ താല്പര്യമുള്ളവരെല്ലാം അടുത്ത ദിവസങ്ങളെല്ലാം ബാച്ചസ് സ്റ്റാർട്ട് ചെയ്യും. നിങ്ങൾ നിങ്ങളുടെ പേരും ഡിസ്ട്രിക്റ്റും വാട്സപ്പും ഏതൊക്കെ സബ്ജക്ട്സ് അത് ഇട്ടേക്കുക. ഒരു ടെൻഷൻ വേണ്ട, ഇനി അങ്ങോട്ട് പഠിച്ചു തുടങ്ങുക. നിങ്ങളുടെ ഫ്യൂച്ചർ ഓക്കെയാണ്. ഓക്കെ, നെവർ എവർ ഗിവ് അപ്പ്.